ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് എൻ്റെ നാളാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ എൻ്റെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ ക്യാൻഡീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ശനിയാഴ്ചയാണ് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നത്. ശനിയാഴ്ച സ്കൂളും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് കൊടുത്തു. പിന്നെ ഇന്ന് നാളുമാണ്, അതുകൊണ്ട് നാളെ ശനിയാഴ്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. കുറച്ച് അടിപൊളിയായിട്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ 12th ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ മിക്കവാറും അപ്ലോഡ് ചെയ്യാൻ ഒരാഴ്ച എടുക്കും. കാരണം കുറേ വീഡിയോസ് ഞാൻ എന്തായാലും എടുക്കും, കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതല്ലേ. അതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഒരാഴ്ച എടുക്കും. പിന്നെ സ്കൂളുള്ളതായതുകൊണ്ട് എനിക്ക് സമയമൊന്നും കിട്ടില്ല എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. നാളെയല്ല, അടുത്ത വെള്ളിയാഴ്ച ശനിയാഴ്ച അങ്ങനെയായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ക്ലാസ്സിൽ എന്നെപ്പോലെ കുറച്ച് പേർക്കും കൂടി യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്. അതിലൊരാളുടെ ചാനലിൻ്റെ പേരാണ് അൽഫിയ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവളുടെ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഈ വീഡിയോയിലായിരിക്കില്ല, ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടിടാം. അപ്പോൾ നിങ്ങളും അവളുടെ വീഡിയോസൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത്, ലൈക്ക്, സബ്സ്ക്രൈബ് അങ്ങനെ എല്ലാം ചെയ്യുക. അപ്പോൾ ഞാനത് വൈകാതെ ഇടുന്നതായിരിക്കും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കുറേ മുൻപെയാണ് കേട്ടോ, അന്ന് എൻ്റെ വീഡിയോയ്ക്ക് 2 കുട്ടികൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് പൂജ, ഒന്ന് മീനാക്ഷി പറഞ്ഞിട്ട് കേട്ടോ. ബുക്ക് പൂജ വയ്ക്കുന്ന അങ്ങനെ ആ വീഡിയോയിലേറ്റാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ എല്ലാ ദിവസവും ഓരോ വീഡിയോയുടെ ഇൻട്രോ എടുക്കുമ്പോഴും പറയണം വിചാരിക്കും. അവരോട് ഹായ് പറയുക വെച്ചിട്ടാണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായത് കേട്ടോ. പക്ഷേ ഞാൻ എല്ലാത്തിനും മറക്കും. പിന്നെ ചിലതിലൊന്നും ഞാൻ ഇൻട്രോ എടുക്കാറില്ല. അതുകൊണ്ട് എനിക്ക് പറയാനേ പറ്റില്ല, കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിന് സോറി. ഹായ്, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നാളായതുകൊണ്ട് ഇന്നാണ് ഞാൻ മിഠായൊക്കെ ക്ലാസ്സിൽ കൊണ്ടേ കൊടുത്തത്. ഇന്നാണ് ഞാൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്രീൻ കളർ ടോപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ചിത്രയ്ക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ക്യൂട്ടാണല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സായി ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. വീഡിയോസ് കാണാം. ഫ്രണ്ട്സ്, ഇന്നാണ് നമ്മുടെ പാർട്ടി. അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുവാണ്. നമുക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരണം. പോകാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ കാണിച്ചുതരാം അവരാരൊക്കെ ഉണ്ട്. അപ്പോൾ കാണിച്ചുതരാം. അത്യാവശ്യം കുറച്ച് പേർക്കുണ്ട്, ഒരു 5-6 കുട്ടികൾക്കുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരാം. അപ്പം ഗൈസ് എല്ലാവരും എത്തി. ഏകദേശം 9 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ ഇപ്പോൾ ബലൂൺസൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വന്ന് ഹായൊക്കെ കാണിക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഡെക്കറേഷൻ ചെയ്യുന്നത്. എന്നോടൊന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡെക്കറേഷൻ ചെയ്ത ശേഷം നമുക്ക് ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിച്ചു തരുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുകളിൽ പോയിട്ട് എൻ്റെ റൂമിൽ കൊണ്ട് പൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഉന്തി കയറ്റി കൊണ്ടുപോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. കണ്ടോ, അതിന് ഉന്തിയൊക്കെ ഇട്ട് ബെഡിലോട്ടം. പിന്നെ കുറേ ഗിഫ്റ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കണ്ണ് പൊത്തിയിട്ട് താഴത്തേക്ക് ഫൈനലൊക്കെ കണ്ട് ഇറക്കിക്കൊണ്ട് വരികയാണ്. എൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ എൻ്റെ ഓവർ എക്സ്പ്രഷൻ ചളാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ കേക്ക് കട്ട് ചെയ്തു. കേക്കിൽ കുറേ മെഴുകുതിരി കുത്തി വെച്ചെങ്കിൽ ചിലത് കത്തിച്ചുള്ളൂ. വീണ്ടും വരിക. കിണ്ടി ഉണ്ടാകുന്നില്ല കൂടെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അതാണോ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 2 സൈഡിലും പൂത്തിരി പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു ബ്ലൂ റെഡും ആയിരുന്നു. റെഡ് മാത്രമേ കത്തിയുള്ളൂ, ബ്ലൂ കത്തിയിട്ടേ ഉണ്ടായിട്ടില്ല. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു.
പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് എടുത്ത് തന്നെയാണ് ചെയ്തത്. എടുത്ത് തരികയല്ല, മുഖത്ത് തേക്കാനായിരുന്നു മെയിൻ ഉദ്ദേശം. അതാണ് ചെയ്തതും. ഫുള്ള് തേച്ച് വെച്ചിരിക്കുന്നു. ലാസ്റ്റ് ലുക്ക് ഷേവിങ് ക്രീം സ്പ്രേ ചെയ്ത് കണക്കുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേസ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. ലാസ്റ്റ് എല്ലാവരും കണ്ട് പേടിച്ച് ഓടിയായിരുന്നു കേട്ടോ. ക്രീമൊക്കെ മുഖത്തുനിന്ന് കഴുകി കളഞ്ഞ് ഒരു പീസ് കേക്ക് എടുത്ത് കഴിച്ചു. ഇപ്പോഴാണ് ഞാനൊരു അന്ന് ആശ്വാസത്തോടെ സ്വസ്ഥതയോടെ കേക്ക് കഴിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മിഠായികളും മാഷ്മലും ഉണ്ടായിരുന്നു. കേക്ക് പകുതിയല്ല ഭാഗമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ അൺബോക്സിങ് വീഡിയോസാണ് കേട്ടോ. ഇനി കുറച്ച് നേരം ഉണ്ട് അൺബോക്സിങ് വീഡിയോ. പലരും തന്ന ഗിഫ്റ്റ് അപ്പം തന്നെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവർക്കും മറ്റുള്ളവർ തന്ന ഗിഫ്റ്റ് ഇട്ട് കാണണം, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അൽഫിയ തന്ന ഗിഫ്റ്റാണ്. ആരൊക്കെയാണെന്ന് ഞാൻ ലാസ്റ്റ് ഓരോ ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ മനസ്സിലാവും ആരെന്ന ഗിഫ്റ്റാണ്, ആരാണ് ആ ഗിഫ്റ്റ് തന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് ബോക്സിൽ വന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് മാറി മാറി വരും, കാരണം അവിടെ നിന്നെടുക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് ഈ ഒരു ഗ്രീന് പഫ് പോലത്തെ ഒരു ബണ്ണുണ്ടായിരുന്നു. ഇതേ കണക്കൊരു സാധനം ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ബണ്ണുണ്ടായിരുന്നു, ഒരു ബട്ടർഫ്ലൈയുടെ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെക്കുന്നു ആണ്. നേരെ ക്യാമറയിൽ കാണിക്കുന്നില്ല, കാരണം എനിക്ക് അടുത്തത് കാണാനുള്ള ആക്രാന്തം കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത്. അതിൽ പിന്നെ അവൾ റെസിൻ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്നുള്ള കീ ചെയിൻ ഉണ്ടായിരുന്നു, ഒരു ഗോൾഡൻ ഫ്ലേക്സൊക്കെ ഇട്ടിട്ട്. പിന്നെ വേറെ എന്തോ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവൾ റെസിൻ കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇയറിങ് ഉണ്ടായിരുന്നു. അതെല്ലാവരും കൂടെ വാങ്ങിച്ച് നോക്കുകയാണ് കേട്ടോ. ഇതാണ്ടോ ഈ ഒരു ഇയറിങ്. പിന്നെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിങ്ക് ബോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരെ ഒരു കടയിൽ കണ്ടിട്ട് അത് വേണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതവൾ ഗിഫ്റ്റ് തന്നു, അവൾക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു ചോക്ലേറ്റ് വേണ്ടിയിട്ടായിരുന്നു, അതൊരു ബാല, അതും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ട് അതിൽ വേഗം എടുത്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇത് ഒരു റെസിൻ കൊണ്ടാണ് അവൾ ചെയ്തിട്ടുള്ളൊരു ഹാർട്ട് പകുതിയായിട്ടുള്ള പോലത്തെ. പിന്നെ അടുത്തത് ഞാനിപ്പോൾ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് സോനുപ്രിയ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അവൾ 2 ഗിഫ്റ്റ് തന്നിട്ടായിരുന്നു കേട്ടോ. അപ്പത്തിൻ്റെ പിന്നെ വയ്ക്കുന്നില്ലേ പിങ്ക് പൊതി, അതും അവളതാണ്, ഇതും അവളതാണ്. പക്ഷേ ഇപ്പം ഞാൻ പൊട്ടിച്ചൊടിക്കുന്ന ഗിഫ്റ്റിൽ ആകപ്പാടെ ഉള്ളത് ഒരു ബഞ്ച് മാത്രമാണ്. പക്ഷെ അവൾ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടായിരുന്നത് പൊട്ടണ സാധനമാണ്, സൂക്ഷിച്ച് പിടിച്ചോ, പൊട്ടിയെന്നെ കൊല്ലും ഞാൻ, കുറേ സാധനമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കരുതിയത് കേട്ടപ്പോൾ ശരിക്കും അങ്ങനെ ആണ് കേട്ടോ. ഞാൻ കരുതി ഇത്ര ഗിഫ്റ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. നോക്കുമ്പോൾ ഫ്രണ്ട്സ്, അതിനുള്ളിൽ ആകപ്പാടെ ഒരു ബഞ്ചാണ് ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറ്റും കേട്ടോ. ഇതൊരു ഷൂവിൻ്റെ പെട്ടിയിലാണ് അവൾ കവർ ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് അവിടുത്തെ കടയിൽ ആകെ ഈ ഒരു ഡപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ആ മഞ്ച് കിട്ടിയപ്പോൾ എൻ്റെ മുഖം ഞാൻ അവളെ തല്ലാനൊക്കെ ഓടിയിട്ടായിരുന്നു. ഇനി അടുത്ത ബോക്സ് നമുക്ക് നോക്കാം. അടുത്ത ബോക്സിൽ ഒരു പിങ്ക് കവർ പോലെ തന്നെയാണ് അതും വന്നിട്ടുള്ളത്. അതും അവൾ ഇത് കുലിക്കണ്ട, ഇത് പൊട്ടൊരു സാധനമാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. ഇതിൽ സാമ്പാർ എന്തായാലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്ക് വീണ്ടും വിശ്വാസമായില്ല, ഒരു വട്ടം ചതിച്ചതാണല്ലോ. അതുകൊണ്ട് പിന്നെ അത് കുറച്ചുകൂടി വലിയൊരു ഷൂൻ്റെ ബോക്സ് തന്നെ ആയിരുന്നു. അങ്ങനെയാണത് ഒരു വിധത്തിൽ തുറന്നെടുത്തു. അതിനുള്ളിൽ സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയ്യിൽ സമ്മാനം ഉണ്ടാവില്ല, പക്ഷെ സമ്മാനം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടായിരുന്നത് കൊനാൻ്റെ ഒരു സ്കിഷിയാണ് കേട്ടോ. കൊനാൻ എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് കൊനാൻ എന്ന് പറഞ്ഞൊരു അനിമി മൂവിയിലെ ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അത് അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കിഷിയായിട്ട് ചെയ്തിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ചെയ്ത് കണ്ടപ്പോൾ. പിന്നെ ഒരു പേപ്പറിൽ ഡിറ്റക്റ്റീവ് കൊനാൻ്റെ ചിത്രം വരച്ചിട്ട് തലകുത്തനായിട്ട് ആദ്യം കാണിച്ചത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതേപോലെ അവൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം അത് കിട്ടിയപ്പോൾ. പിന്നെയാണ് നമ്മുടെ ആക്സസറീസൊക്കെ. ഫസ്റ്റ് വൺ ഇത് ഈ ഒരു ക്ലിപ്പ്, മുടിപ്പൂ, സ്ലൈഡും കോംബോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഒരു ഹെയർ ബാൻഡ്, പിന്നെ ഒരു അത് ഞാൻ ക്യാമറയിൽ കാണിക്കുന്നില്ല, എത്താനാവത്ത്. ഒരു സിഡ്രവോളിൻ്റെ ബോ, ഒരു ബാഗിൽ അഡ്ജസ്റ്റബിൾ ബാഗിൽ ഒരു ബ്ലാക്ക് സ്റ്റോണൊക്കെ വന്നിട്ട് ഒരു അഡ്ജസ്റ്റബിൾ ബാഗിലും ഉണ്ടായിരുന്നു.
പിന്നെ ആ കവറിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ കവർ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചു. ഇനി അടുത്ത ആളുടെ ഗിഫ്റ്റാണ് ഞാൻ പൊളിക്കാൻ പോകുന്നത്. ഇത് രഞ്ജന പറഞ്ഞൊരു കൂട്ടരുടെ ഗിഫ്റ്റാണ് കേട്ടോ. ഈ ഒരു എല്ലാ റാപ്പിംഗ് ഉള്ളത് രഞ്ജനയുടെയാണ്. മറ്റേ 2 പീക്കും സോനുപ്രിയ തന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് പൊളിക്കാം. അതിനുള്ളിൽ വേറൊരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു. ആ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഗിഫ്റ്റ്സൊക്കെ ഉള്ളത്. അതിൽ ഒരു ഫസ്റ്റിൻ്റെ ഒരു ലെറ്റർ പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹായ് കരി, ഹാപ്പി ബർത്ത്ഡേ, ദിസ് ഈസ് മൈ സ്മാൾ ഗിഫ്റ്റ് ഫോർ യു, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇയറിംഗ് ഉണ്ടായിരുന്നു ബ്ലൂ കളർ, ഒരു സ്ക്രഞ്ചീസ് ഉണ്ടായിരുന്നു ബ്ലൂ കളർ, ഒരു ബോൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു, 2 റിബൺ ഉണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളർ 2 ബോണ്ടായിരുന്നു, ഒരു റിഗ് ഉണ്ടായിരുന്നു. ഈ റിഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞി ബീക്കുട്ടിനെ പോലെ സിമ്പിൾ ഡിസൈൻ വന്നിട്ടുള്ള റിഗാണ്. അത് ഷിഫ്റ്റ് ഇത് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ നോക്കാൻ സമ്മതിക്കാതെ അവളപ്പോഴേക്കും വായി കൊണ്ട് പോവുമായിരുന്നു. പിന്നെ ഒരു മാലയും ഉണ്ടായിരുന്നു. ഇനി അടുത്തത് പൊട്ടിക്കാൻ പോകുന്നത് ഐശ്വര്യ എന്ന ഗിഫ്റ്റാണ്. ഐശ്വര്യ എന്നൊക്കെ എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവും. മിക്ക വീഡിയോസിൽ അവൾ വന്നിട്ടുമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് പൊട്ടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ റാപ്പ് ചെയ്യാനത് സമയം കിട്ടിയിട്ടില്ല. പിന്നെ അതിലൊരു അഡ്ജസ്റ്റബിൾ ബാഗ് ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ട് പർപ്പിൾ കളറായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. റപ്പുഡ്സൽ കപ്പ് കേക്ക് കഴിക്കാൻ പോകുന്ന പോലെ ആയിരുന്നു ആ ബാഗിലുണ്ടായിരുന്നത്. എല്ലാവർക്കും ആ ഗിഫ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നീട് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരുന്ന നെറ്റിൻ്റെ തുണിയൊക്കെ ഇളകി പോരായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ബോ ഉണ്ടായിരുന്നു. പിന്നെ നിന്ന് 2 കമ്മൽ കിട്ടി, ബട്ടർഫ്ലൈയുടെ ഒരു റിങ്ങും കിട്ടി. അപ്പോൾ ഇത്രയാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. റിങ്ങും ബട്ടർഫ്ലൈയുടെ ആയിരുന്നു, കമ്മലും ബട്ടർഫ്ലൈയുടെ തന്നെയായിരുന്നു കേട്ടോ. ഇനി അടുത്തത് ഞാൻ പൊട്ടിക്കാൻ പോകുന്നത് ഷിഫ്നയുടെ ഗിഫ്റ്റാണ് കേട്ടോ. നമ്മുടെ ക്യാമറ വുമൺ ഷിഫ്നയുടെ ഗിഫ്റ്റാണ്. അവളാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. എല്ലാ വീഡിയോസും അവളെന്നല്ല, പക്ഷെ പലതും അവൾ തന്നെയാണ്. ഈ അൺബോക്സിംഗ് ഒക്കെ അവൾ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇത് അവൾ തന്നെ റാപ്പ് ചെയ്തിട്ടുള്ള കവറാണ്. അൽഫി തന്നെ റാപ്പ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിനുള്ളിലെ ബോക്സ് ഒരു ഫേഷ്യൽ റോളറിൻ്റെ ബോക്സ് ആയിരുന്നു കേട്ടോ. അത് അവളിങ്ങനെ കീറിയിട്ട് വാതിൽ പോലെ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിലായിരുന്നു ഗിഫ്റ്റ്സൊക്കെ. അവളൊരു പിങ്ക് തീമിലായിരുന്നു ഗിഫ്റ്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അവൾ കുലിക്കുക പൊട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പൊട്ടാൻ മാത്രം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് ഫുള്ള് പൊട്ടുന്ന സാധനങ്ങളായിരുന്നു. ഫസ്റ്റ് ഒരു ഏവിളയുടെ മാല ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏവിളയുടെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. 2 കമ്മലുള്ള സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. അവൾ നേരത്തെ വന്നപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഉള്ള നെയിൽ പോളിഷ് കളക്ഷൻസ് കാണിച്ചതാണ്. അതിൽ ആ കളർ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. പിന്നെ ഒരു പിങ്ക് സ്മൈലിയുടെ സ്ലൈഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് അവൾ പൊട്ടും പറഞ്ഞുകൊണ്ടിരുന്ന സാധനം. ഒരു കണ്ണാടി മിറർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്രാബ് ഉണ്ടായിരുന്നു കേട്ടോ, ബട്ടർഫ്ലൈയുടെ. ആ ക്രാബ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുള്ളിൽ തന്നെ വേറെ കുറേ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുമല്ലോ, കുറച്ച് പീസസ് ആയിട്ട് പിങ്ക് കളറിലെ പേപ്പറുകളുണ്ടായിരുന്നു. ഇതിങ്ങനെ തുറക്കാൻ നിൽക്കാറാണ്. ഞാൻ കുറേ അവിടെ ഇവിടെയൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ മുകളിലുള്ള ബാർബീനെ കാണാൻ നല്ല ചന്തണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ണാടി, ഹാർട്ട് ഷേപ്പിൽ വരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഇഷ്ടപ്പെട്ടു. അവൾ തന്ന ഗിഫ്റ്റിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഇതാണ്. സാധനം ഇതാണ്, സമ്മാനമല്ല, മാറിപ്പോയി. പിന്നെ ഇതൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്തത് ഞാൻ പൊട്ടിക്കാൻ പോകുന്നത് അഫ്ലയുടേതാണ് കേട്ടോ. അവളും ഇത് ഒറ്റയ്ക്ക് റാപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിലൊരു റിബൺ ഉണ്ടായിരുന്നു, ഒരു ബട്ടർഫ്ലൈ ഒക്കെ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ റിബൺ എടുത്ത് അവളെ തലയിൽ കൂടെ ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് പൊളിക്കുന്നുണ്ട്. ഇത് പേപ്പർ റാപ്പ് ആയതുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് പൊളിക്കാം. പക്ഷേ ഞാൻ ആ കവർ എനിക്ക് വേണമെന്നുള്ളത് തന്നെ അഥവാ തകരാറ് വരുത്താതെ ആണ് പൊട്ടിക്കുന്നത്. ഇത് ബിഗ് ക്യാറ്റ് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ മിഠായിയുടെ ഡപ്പയാണ് കേട്ടോ. അതിനുള്ളിലാണ് ഗിഫ്റ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഇതിനുള്ളിൽ കൂടുതൽ ഹാൻഡ് മെയ്ഡാണ്, പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു ഹാൻഡ് മെയ്ഡ് ഐറ്റംസൊക്കെ. ആദ്യം ഒരു കാർഡ് ഉണ്ടായിരുന്നു ബട്ടർഫ്ലൈയുടെ. പിന്നെ എന്താ ഉണ്ടായിരുന്നത്, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുള്ളിൽ ഒരു പാക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് തുറന്ന് നോക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് കമ്മലാണ്, ഒരു ഫ്ലവറിൻ്റെ കമ്മലായിരുന്നു ഇതിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു പിങ്ക് കളർ ഫ്ലവറിൻ്റെ കമ്മൽ. പിന്നെ ഇതിനുള്ളിൽ നിന്ന് ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഹാൻഡ് മെയ്ഡായിട്ട് വേണ്ടിയിട്ടുള്ള ക്യാമറ. അതിൻ്റെ പിന്നിലായിട്ട് കനീന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ BTS എഴുതിയിട്ടുള്ളൊരു കവറിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു പെണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പർപ്പിൾ കളർ പെണ്ണ്. വലിയൊരു സാധാ പെണ്ണും അതിൻ്റെ കൂടെ ചെറിയൊരു കുഞ്ഞു പെണ്ണും. അങ്ങനെ 2 പെണ്ണും തെളിയിട്ടെ, 2 പെണ്ണും കൊണ്ട് നമുക്ക് എഴുതാം. അങ്ങനത്തെ മോഡലൊരു പെണ്ണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുള്ളിൽ വേറൊരു സംഭവം ഉണ്ടായി. പിന്നെ അതിനുള്ളിൽ നിന്ന് വേറൊരു കാർഡ് കിട്ടി. കാർഡല്ല, അതിനുള്ളിലൊരു സാധനം തന്നെയാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു ബോയാണ് കേട്ടോ. ഇത് സോരുപ്രിയ ഇട്ടിട്ടുള്ള ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു ബോയാണ്. പിന്നെ ഇതിനുള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വേറൊരു വലിയ പാക്കേജാണ്. അതിനുള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലൈഡാണ് കേട്ടോ. നടുവിൽ റോസാപ്പൂക്കളുള്ള ഒരു വൈറ്റ് കളറ് നെറ്റ് ചുറ്റും വെച്ചിട്ടുള്ള ഒരു സ്ലൈഡ്. പിന്നെ പാണ്ട എന്നുള്ളൊരു ബോക്സിൽ ഒരു പാണ്ടയുടെ കീ ചെയിൻ ഉണ്ടായിരുന്നു. പാണ്ട എന്നുള്ളൊരു ബോക്സിലായിട്ടായിരുന്നു പാണ്ടയുടെ കീ ചെയിൻ. അത് ഞാൻ തുറക്കുന്നതിന് മുന്നേ അതിനുള്ളിൽ നിന്ന് വേറൊരു കുഞ്ഞി പാക്കേജ് കൂടി കിട്ടിയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് തുറന്നത്. ഒരു റിങ് ആയിരുന്നു. അതെൻ്റെ കയ്യിൽ പാകമായിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന്. എൻ്റെ കൈയൊക്കെ വളരെ ചെറിയ സൈസാണ്, അതുകൊണ്ട് പാകം നല്ല പണിയാണ്. എൻ്റെ സൈസിന് പറ്റിയ മോതിരം, വള അതൊക്കെ കിട്ടാൻ കുറച്ച് ടഫാണ്, കുറച്ച് പണിയാണ്. വള പിന്നെ കിട്ടും, മോതിരം കിട്ടാൻ നല്ല പണിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാണ്ടയുടെ കീ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ആ കീ ചെയിൻ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഡയറി മിൽക്ക് പറഞ്ഞൊരു പാക്കേജ് കൂടിയായിരുന്നു, അത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുള്ളിൽ നിന്ന് ഒരു 5 രൂപയുടെ ചെറിയ ഡയറി മിൽക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം അത്രേ ഉള്ളൂ അഫ്ലയുടെ ഗിഫ്റ്റ്. ഇനി ലാസ്റ്റായിട്ട് രചനയുടെ ഗിഫ്റ്റ് കൂടിയാണ് ഉള്ളത്. അത് പൊളിച്ച് നോക്കിയപ്പോൾ അതിനുള്ളിൽ കുറേ പേപ്പർ ഇങ്ങനെ ചവറ് പോലെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഷിഫ്റ്റിന് വെച്ചതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കും ആൾ. പക്ഷെ ഞാൻ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ബ്രൗൺ പേപ്പർ അതിനോടൊന്ന് കിട്ടി. ഒരു റെഡ് പെൻഡൻ്റ് ഒക്കെ ഉള്ളൊരു മാല കിട്ടി. ആ ബ്രൗൺ പേപ്പർ കവറിനുള്ളിൽ ഒരു തുമ്പിയുടെ സ്ലൈഡല്ല കമ്മലായിരുന്നു. 2 ജോഡി എനിക്ക് കിട്ടിയിട്ട്, ആദ്യം ഒരു ജോഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു എവിളയുടെ പോലത്തെ ഒരു കമ്മൽ. അവൾ പറഞ്ഞു ഇത് എവിളയുടെ പോലെ ബ്ലൂ അല്ലാതെ കൊണ്ട് നമുക്കിത് ഡെവിളായി എന്ന് വിളിക്കാറുണ്ട്. ഇത് ഡെവിളയുടെ കമ്മലാണ് കേട്ടോ. ഇപ്പോൾ ഇതാ അതിൻ്റെ വേറൊരു ജോഡി കൂടി. അങ്ങനെ ആ കവർ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി തപ്പിയപ്പോൾ എനിക്കൊരു ബണ്ണ് കിട്ടി, മുയലിൻ്റെ ചെവി പോലത്തെ ഒരു ബണ്ണ്, ഒരു സ്ലൈഡ്, ഒരു പർപ്പിൾ കളർ സ്ലൈഡ്, ഒരു നോട്ട് ബുക്ക്, ഹാൻഡ് മെയ്ഡായിട്ട് മെയിൻ ചെയ്തിട്ടില്ല റാബിറ്റിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നോട്ട് ബുക്ക്. പിന്നെ ഒരു ക്രാബ് കിട്ടിയിട്ടോ. അത് അങ്ങോട്ടും കൂടെ വിളിച്ച് കളിക്കുന്നു നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടും കൂടെ വിളിച്ച് കളിക്കുന്നു. ഒരു വയലറ്റ് കളർ ക്രാബ്, ഒരു പിങ്ക് കളർ ക്രാബ്, അങ്ങനെ 2 കളർ ക്രാബ് കിട്ടി. ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. പിന്നെ വേറൊരു സൈഡ് കൂടി കിട്ടിയിട്ടോ, ഞാൻ കാണിച്ചില്ല, ഞാൻ ഇത്രേ ഉള്ളൂ എന്ന്. അപ്പം അത്ര ഉള്ള ഈ ബോക്സസിലൊക്കെ എല്ലാ ബോക്സും കഴിഞ്ഞിട്ടുണ്ട്. ഒരു പെയിൻറ്റിങ് കൂടി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു. ഇത്ര സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിഫ്റ്റ്സ്. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ഇവിടെ തീരുന്നു.
അപ്പം ഗായ്സ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. ഐശ്വര്യയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഐശ്വര്യയുടെ വീട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഞങ്ങൾ പാടത്തു കൂടെയാണ് പോയത്, അടുത്താണെങ്കിലും അത് കൂടെയാണ് പോയത്. എൻ്റെ ചെരുപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പുല്ലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഐശ്വര്യയുടെ വീട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പ്ലാനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അവളുടെ വീടിൻ്റെ കുറച്ച് പിന്നിലായിട്ട് തന്നെയുള്ള ഒരു ജാതിക്കാത്തോട്ടം ഉണ്ട് കേട്ടോ അവിടെ. അവിടെ നിന്ന് ഞങ്ങൾ ജാതിക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പച്ച ജാതിക്കാണ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ നിങ്ങൾ? അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് തീരെ ഇഷ്ടപ്പെട്ടില്ല, കുറേ പേർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടോ ഗീസ്? ഒന്നിനെ കൊള്ളില്ല, നമ്മളുടെയൊക്കെ അവർക്കൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും വന്ന് ഇടയിലിടയിൽ വന്ന് ഹായ് കാണിക്കും, ബായ് കാണിക്കും, എങ്ങനെയുണ്ടായിരുന്നു ജാതിക്കെന്ന് ചോദിക്കുമ്പോൾ ഫുള്ള് കഴിച്ചതൊക്കെ ഓരോന്നും വന്ന് മുന്നേ പോണ പിങ്ക് ഫ്രോക്ക് ഉണ്ടല്ലോ ഇവിടെ ഇതുണ്ടല്ലോ, ഇത് ഫുള്ള് തിന്നു ഫ്രണ്ട്സ്. അത് സമ്മതിച്ചു തരാണ്. അറിയില്ല, പഴുത്ത ജാതിക്കല്ല, പച്ച ജാതിക്കോ, പച്ച കഴിച്ചിട്ട് അന്തനുണ്ട് അവള്. പിന്നെ കഴിക്കാൻ കഴിഞ്ഞിട്ട് ഫുള്ള് ഡാൻസ് വൈബായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അഫ്ലീനെ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഫ്ലീനെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്നുള്ള മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫൈനലിലൊക്കെ നിങ്ങൾക്ക് മേക്കപ്പ് ഒന്നും മനസ്സിലാവില്ല, കാരണം വീട്ടിൽ നിന്ന് കാണുന്നത്. മേക്കപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഫുള്ള് ഫോട്ടോ എടുപ്പായിരുന്നു. ഇതിൽ പിങ്ക് ഫ്രോക്ക് സോനുപ്രിയ, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അഫ്ലയാണ് കേട്ടോ. പിന്നത്തേൽ യോ കാണിച്ചിട്ട് കണ്ണു മാസിലുള്ള ഐശ്വര്യ, പിന്നെ നിൽക്കുന്നത് രചന. ഇതിൽ തട്ടിട്ടുള്ളത് ഷിൽജിയ, അതിൻ്റെ അപ്പുറത്ത് ഗ്രീൻ നിൽക്കുന്നത് രഞ്ജന. പിന്നെ ഇതിൽ ഒരു ബ്ലാക്ക് ഷാൾട്ടുള്ളത് അൽഫിയ, പിന്നെ അപ്പുറത്തേക്കുള്ള ഷിഫ്ന. അപ്പോൾ ഗായ്സ് എല്ലാവരും വീട് വിട്ട് പിരിഞ്ഞ് പോയിട്ടുണ്ട്. അയ്യോ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്ത് നല്ലോണം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരും പോയി വീടിപ്പോൾ ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് കണക്കായി ഇത്രയും നല്ല അലക്കായിരുന്നു സൗണ്ട്. അപ്പോൾ 8 പേരെങ്ങാണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ കച്ചറയാണ്, ഫുള്ള് കച്ചറ. അവിടെ
അപ്പം കൂട്ടിക്കുക ഇരുട്ടാണ്ടിട്ടില്ല അപ്പം കാണിക്കാം. ഇവിടെ കൂട്ടിക്കുക, ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ ചപ്പ് കുറേ കുപ്പ പോപ്പർ പോലെ പൊട്ടിച്ച് കളിച്ചിട്ടു. പിന്നെ അതിൻ്റെയൊക്കെ പിന്നെ കുറേ ബലൂൺസ് വീട് കിടക്കണു, കുറേ കിടക്കുന്നില്ല പുതുക്കിയിട്ട് ലിപ്സൊക്കെ എല്ലാവരും അതൊക്കെ പാടെ എടുത്തിട്ട് പിന്നെ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു ഒന്ന്, പിന്നെ വേറെ ഒരു ടേസ്റ്റി ആയിട്ടൊരു റൈഫർ ഉണ്ടായിരുന്നു. അത് അവളെ തിന്നാനുള്ള തിരക്കിലാണ്, അവളെ തിന്നിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി നോക്കി ചന്തകളായിരുന്നു. അപ്പോൾ ഗായ്സ് അത്രയുള്ളത്തെ വീഡിയോ എല്ലാവർക്കും ബൈ.